നമസ്കാരം. നമ്മൾ പിണറായി വിജയനെതിരെ ശക്തമായി പ്രതികരിക്കുമ്പോഴും ഈ കേരളത്തെ ഈ പരുവത്തിലാക്കിയ വഞ്ചകൻ ആര് എന്ന് ചോദിച്ചാൽ അത് പഴയ ധനകാര്യമന്ത്രി തോമസ് ഐസക്കാണ്. ആത്മാർത്ഥത ലവലേശമില്ലാതെ കള്ളങ്ങൾ മാത്രം പ്രചരിപ്പിച്ച് നുണകൾ മാത്രം പറഞ്ഞു ജീവിക്കുന്ന ഈ തോമസ് ഐസക്കിന്റെ തെറ്റായ ധനകാര്യ സമീപനങ്ങളും തട്ടിപ്പുമാണ് കേരളം ഇത്രയേറെ ദാരിദ്ര്യത്തിലേക്ക് നീങ്ങാൻ കാരണം. ഇന്നും അദ്ദേഹം പറയുന്നത് കടം വാങ്ങുന്നതിൽ കുഴപ്പമൊന്നുമില്ല, കടം എന്ന് പറയുന്നത് ഒരു നാടിന്റെ വളർച്ചയ്ക്ക് ഗുണം ചെയ്യും എന്നാണ്. അങ്ങനെ നുണകൾ പറഞ്ഞ് ഈ നാടിനെ കുട്ടിച്ചോറാക്കി ഈ നാട് ഒരിക്കലും രക്ഷപ്പെടാത്ത അവസ്ഥയിൽ എത്തിച്ച ഈ ധനകാര്യമന്ത്രി ഇപ്പോൾ തട്ടകം മാറി പത്തനംതിട്ടയിൽ മാറ്റിവെക്കുകയാണ്. ലോക്സഭയിൽ പോയി കടിച്ചാൽ പൊട്ടാത്ത ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മനസ്സിലാവാത്ത കാര്യങ്ങൾ പറഞ്ഞ് കയ്യടി നേടാം എന്നാണ് ആഗ്രഹം. പക്ഷേ തോമസ് ഐസക്കിന്റെ സ്വപ്നം നടക്കുകയില്ല എന്ന് ഉറപ്പാണ്. കാരണം തോമസ് ഐസക്ക് ഈ നാടിനോട് ചെയ്ത ദ്രോഹങ്ങൾ എണ്ണി എണ്ണി നാട്ടുകാർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തിനേറെ തോമസ് ഐസക്കിനെ CPM-കാർക്ക് പോലും വിശ്വാസമില്ല. അവിടെ ഇന്നലെ രാത്രിയിൽ നടന്ന സംഭവങ്ങൾ ഇന്നത്തെ മാധ്യമങ്ങളിലെല്ലാം ഉണ്ട്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ ഒരു പ്രമുഖനായ നേതാവ് മറ്റൊരു നേതാവിനെ തോമസ് ഐസക്കിന്റെ പേര് പറഞ്ഞ് തല്ലി വീഴ്ത്തിയെന്നാണ് പറയുന്നത്. CPM-ൽ ഏറ്റവും സ്വാധീനമുള്ള അടൂർ ലോബിയുടെ തലവനായ ട്രേഡ് യൂണിയൻ നേതാവ് കൂടിയായ ഹർഷകുമാറാണ് പഴയ MLA കൂടിയായ പത്മകുമാറിനെ തല്ലിയതെന്നാണ് പത്തനംതിട്ടയിൽ നിന്നുള്ള വാർത്തകൾ. പേരില്ലാതെ മനോരമ ഇങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തത്. തോമസ് ഐസക്കിന്റെ പ്രചരണത്തിൽ നേതാക്കൾ ചിലർ ഉഴപ്പുന്നു. CPM ജില്ലാ സെക്രട്ടേറിയറ്റിൽ കയ്യാങ്കളി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ ചില നേതാക്കളുടെ നിസ്സഹകരണത്തെ ചൊല്ലിയുള്ള വിമർശനം കയ്യാങ്കളിയിൽ അവസാനിച്ചു. മന്ത്രി VN വാസവന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലാണ് നാടകീയ സംഭവങ്ങൾ. LDF സ്ഥാനാർത്ഥി TM തോമസ് ഐസക്കിന്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട് നേതാക്കളിൽ ചിലർ ഉഴപ്പുന്നതായി വിമർശനമുയർത്തിയത് മുൻ MLA കൂടിയായ നേതാവാണ്. യോഗത്തിന് ശേഷം പുറത്തിറങ്ങുന്നതിനിടയിൽ ഇദ്ദേഹത്തെ പാർട്ടിയുടെ ട്രേഡ് യൂണിയൻ ജില്ലാ നേതാവ് അസഭ്യം പറഞ്ഞ് കയ്യേറ്റം ചെയ്തെന്നാണ് ആരോപണം. അടിയേറ്റ് നിലത്ത് വീണ നേതാവ് തിരികെ ഓഫീസിൽ കയറി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ ചുമതലകളിൽ നിന്നും ഒഴിയുകയാണെന്ന് കാണിച്ച് കത്ത് നൽകി. സംഭവത്തെക്കുറിച്ച് ജില്ലാ നേതൃത്വത്തിന് പരാതി നൽകി. ഇന്നലെ രാത്രി 10 സംഭവം. അതായത് പത്മകുമാർ എന്ന മുൻ MLA ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റൊക്കെ ആയിരുന്നു. അദ്ദേഹമാണ് തോമസ് ഐസക്കിന് വേണ്ടി ആരും പ്രചരണ രംഗത്തില്ല എന്ന് പരാതി ഉന്നയിച്ചത്. അതിന് ഹർഷകുമാർ പത്മകുമാറിനെ തല്ലി വീഴ്ത്തി എന്നാണ് പാർട്ടിക്കാർ പറയുന്നത്. ഇത് പത്തനംതിട്ടയിലെ ഒരു അവസ്ഥയാണ്. മണ്ണിനും ചുണ്ണാമ്പിനും കൊള്ളാതെ നുണ മാത്രം പറയുന്ന ഒരു നേതാവ് പത്തനംതിട്ടയിൽ വന്ന് ഇങ്ങനെ നുണ പറയുമ്പോൾ എങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കും? അവിടെ മാത്രമല്ല, പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാവണമെന്ന് ജില്ലാ നേതൃത്വം ആഗ്രഹിച്ച വിജയസാധ്യതയുള്ള രാജു അബ്രാഹം പേരിന് വേണ്ടി കൂടെയുണ്ടെങ്കിലും മനസ്സുകൊണ്ട് രാജുവിന്റെ പിന്തുണയില്ലെന്നും രാജുവിനെ അവഗണിച്ചതുകൊണ്ട് റാന്നിയിലെ ക്നാനായ സമൂഹം, വളരെ സ്വാധീനമുള്ള സഭാ സമൂഹമാണ് ക്നാനായ യാക്കോബായ സഭ, റാന്നിയിലാണ് അവരുടെ ആസ്ഥാനം, ഈ ക്നാനായ സമുദായത്തിന്റെ പിന്തുണ ഇല്ല എന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. എന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് വലിയ പരാജയമായി മാറിയിരിക്കുന്നു. നുണ മാത്രം പറയുന്നു എന്നല്ലാതെ ജനങ്ങളുടെ ഹൃദയം തൊടാൻ തോമസ് ഐസക്കിന് കഴിയുന്നില്ല. തോമസ് ഐസക്ക് ഒരു നുണയനാണ് എന്ന് സർവ്വ മനുഷ്യരും വിശ്വസിക്കുന്ന സാഹചര്യമുണ്ടായി. അവിടെ ഒരു പത്രസമ്മേളനം നടന്നു. ആ പത്രസമ്മേളനത്തിൽ SFI രക്തസാക്ഷികളുടെ ഒരു കണക്കൊക്കെ നിരത്തി. ആന്റണി എന്ന ഭാഗ്യവാനായ കോൺഗ്രസ്സുകാരൻ, ഞാനത് അടിവരയിടുന്നു, ആന്റണി ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ഭാഗ്യവാൻ. 3 തവണ അവിടെ MP ആയി. പാവത്താനാണ്, ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആന്റണി പണം തിരിച്ചു കൊടുക്കാനുള്ളവരുടെ എണ്ണമേ അവിടെ ഉള്ളൂ. പക്ഷേ ആന്റണിക്ക് ഒരു സൽപ്പേര് നഷ്ടപ്പെട്ടു. 15 വർഷം തുടർച്ചയായി MP ആയതുകൊണ്ടാവാം. അതുകൊണ്ട് ഒരു സൽപ്പേര് നഷ്ടപ്പെട്ട് നല്ലൊരു സ്ഥാനാർത്ഥി വന്നാൽ തോൽക്കുന്ന സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. ഈ ആന്റണിയെ കുറിച്ച് അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞത് അതിനൊരു ഉദാഹരണമാണ്. സത്യത്തിൽ പത്തനംതിട്ടക്കാരോട് സഹതാപമാണ് തോന്നുന്നത്. കാരണം കഴിഞ്ഞ 15 കൊല്ലമായിട്ട് ആന്റണി എന്ന് പറഞ്ഞ ഒരു പുങ്കവനാണ് ആ മണ്ഡലത്തെ പ്രതികരിക്കുന്നത്. ഇദ്ദേഹം പാർലമെന്റിൽ വല്ലതും ചെയ്തിട്ടുണ്ടോ? യാതൊന്നും ചെയ്തിട്ടില്ല. പാർലമെന്റിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഏതെങ്കിലും തരത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ടോ? അത് ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. കാരണം എല്ലാ പ്രതിപക്ഷ MP-മാരെയും പുറത്താക്കിയപ്പോൾ ഇദ്ദേഹത്തെ പുറത്താക്കി. അത്രയും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായി. അതല്ലാതെ അദ്ദേഹം കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. മണ്ഡലത്തിൽ അദ്ദേഹം എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ ചെയ്തു? വളരെ സംശയമാണ്. അദ്ദേഹം അവിടെ എന്ത് കൃഷിയാണ് അല്ലെങ്കിൽ എന്ത് ബിസിനസ്സാണ് ഡൽഹിയിൽ ചെയ്തത് നമുക്ക് ആർക്കും അറിയില്ല. ഓരോ കൃത്യമായ ഇടവേളയിലും അദ്ദേഹം വരുന്നു. പ്രബുദ്ധരായ വോട്ടർമാർ അദ്ദേഹത്തെ വോട്ട് ചെയ്ത് വീണ്ടും വിജയിപ്പിക്കും.
അങ്ങനെ അദ്ദേഹം വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇത്തവണയും അദ്ദേഹം വിജയം ആവർത്തിച്ചാൽ അത് 20 കൊല്ലം പാർലമെൻറ്റിൽ പൂർത്തീകരിക്കും എന്ന ഒരു കാക്കത്തൂവൽ പത്തനംതിട്ടക്കാരുടെ തൊപ്പിയിൽ നമുക്ക് തുന്നിച്ചേർക്കണോ കുത്തിവെക്കണോ എന്നുള്ളത് നമ്മൾ തന്നെ തീരുമാനിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ ഭൂമിക്ക് ഭാരമായ ഒരു സ്ഥാനാർത്ഥി, ഒരു പാർലമെൻറ്റ് മെമ്പർ ആണ് മത്സരിക്കുന്നത്. പക്ഷെ ആൻഡോ ഒരു മഹാഭാഗ്യവാനാണ്. 2 സ്ഥാനാർത്ഥികൾ നാടകീയമായി അവിടെ ഉണ്ടായത് ആന്റോ ആന്റണിയുടെ വിജയ സാധ്യത കൂടുതൽ ഉറപ്പാക്കി. ഒന്ന് അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വമാണ്. PC ജോർജ് സ്ഥാനാർത്ഥിയാകുമെന്നും അങ്ങനെ BJP കൂടുതൽ വോട്ട് നേടുമെന്നും കണക്കാക്കപ്പെട്ടിരുന്നു. ക്രൈസ്തവ വോട്ടുകളൊക്കെ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ PC ജോർജിന് അനുകൂലമാകുമെന്നായിരുന്നു കണക്ക് കൂട്ടിയിരുന്നത്. എന്നാൽ അനിൽ ആന്റണി അങ്ങനെ സ്ഥാനാർത്ഥിയായതോടെ BJP വൃത്തങ്ങളിൽ അതൃപ്തി തുടരുന്നു. ക്രൈസ്തവ വിഭാഗത്തിൽ അനിൽ ആന്റണിയോട് വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് അതൊരു വലിയ ഭാഗ്യമായി മാറി. പിന്നാലെയാണ് തോമസ് ഐസക് എന്ന നുണയനായ രാഷ്ട്രീയ നേതാവിന്റെ പ്രചരണ രംഗത്തെ പരാജയം ആന്റോ ആന്റണിക്ക് ഗുണകരമായി മാറുന്നത്. പ്രസ് ക്ലബിൽ ഒരു മുഖാമുഖം പരിപാടി നടന്നു. 3 സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു. അതിൽ തോമസ് ഐസക് പതിവ് പോലെ നുണ കുറെ പറഞ്ഞു. തോമസ് ഐസക് SFI രക്തസാക്ഷികളുടെ കണക്കൊക്കെ പറഞ്ഞു. ആന്റോ ആന്റണിക്ക് KS രക്തസാക്ഷിയുടെ പേര് പറയാൻ കഴിഞ്ഞില്ല. വീണ ജോർജ് അടക്കമുള്ളവർ ആന്റോ ആന്റണിയെ ട്രോളിക്കൊണ്ട് രംഗത്ത് വന്നു. എന്നാൽ തൊട്ടു പിന്നാലെ ആന്റോ ആന്റണി ഒരു പോസ്റ്റ് ഇട്ടു. ഞങ്ങൾ രക്തസാക്ഷികൾ ആഘോഷിക്കുന്നവരല്ല, ഞങ്ങൾക്ക് അവരുടെ ഓർമ്മ പോലും വേദനയാണ് എന്ന് പറഞ്ഞ് SFI ക്രൂരതയ്ക്കിരയായവരുടെ പോസ്റ്റ് ഇട്ടതോടെ അവിടെയും തോമസ് ഐസക് തേഞ്ഞൊട്ടപ്പെട്ടു. ഒരു KSC കാരനും കൊല്ലപ്പെട്ടില്ല വാദമായിരുന്നു തോമസ് ഐസക് ഉയർത്തി. അങ്ങനെ തോമസ് ഐസക് പറഞ്ഞ നുണകൾ മുഴുവൻ പതിയെ പൊളിഞ്ഞടങ്ങുകയാണ്. എന്ന് മാത്രമല്ല, ഈ നാടിനെ തോമസ് ഐസക് എന്തെല്ലാം ദ്രോഹം ചെയ്തു എന്ന തരത്തിലൊരു പോസ്റ്റർ പ്രചരിക്കുന്നുണ്ട്. ആ പോസ്റ്റ് പത്തനംതിട്ടയിൽ വൈറലാണ്. തോമസ് ഐസക് ധനകാര്യമന്ത്രി ആയിരുന്നപ്പോൾ ആലപ്പുഴയിൽ വെനീസാക്കി മാറ്റുമെന്ന് പറഞ്ഞ് കുറേ പോസ്റ്റുകൾ ഇട്ടിരുന്നു. അവിടെ ശരിയാക്കും, ഇവിടെ ശരിയാക്കും, ഇവിടെ കപ്പലോടിക്കും, ഇവിടെ വള്ളം ഓടിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പോസ്റ്റുകൾ. ആലപ്പുഴയുടെ ദയനീയ സ്ഥിതി എല്ലാവർക്കും അറിയാം. KSRTC ലാഭകരമാക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ തോമസ് ഐസക് പറഞ്ഞതെല്ലാം പൊളിഞ്ഞുപോയി. അത്തരം തോമസ് ഐസക്കിന്റെ അവകാശവാദങ്ങളെല്ലാം ഇപ്പോൾ കുത്തിപ്പൊക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ തോമസ് ഐസക് ഒരു പരാജയപ്പെട്ട, ഒരു തരത്തിലും നാടിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ കഴിയാത്ത ഒരു നുണയനായ താടിക്കാരനാണെന്ന് പത്തനംതിട്ടക്കാർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ആ കൂടെയാണ് സഖാക്കൾ പോലും തോമസ് ഐസക്കിനെ കൈവിട്ടിരിക്കുന്നത്. ഒരു കാര്യം തീർച്ചയാണ്, ആന്റോ ആന്റണി ഒരു മഹാഭാഗ്യവാനാണ്.